നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഒക്കെ ഒരു സ്വപ്നം പോലെ തോന്നുന്നു പൂജ. ഞാനീ ഇങ്ങനെയൊരു കെണിയിൽ പെട്ടതും ഒരു സ്വപ്നം പോലെ, അവിടെ ജയിലിലായതും സ്വപ്നം പോലെ, ഇപ്പതാ ഞാൻ തിരിച്ചു വന്നതും സ്വപ്നം പോലെ. എടോ, ഒരു ഘട്ടത്തിൽ സകല ആശയം കൈവിട്ടതാ, തീർന്നു എന്ന് തന്നെ വിചാരിച്ചു. ജയിലിന് പുറത്ത് എനിക്ക് നിന്നെ കാണാൻ പറ്റുമെന്ന് കരുതിയിരുന്നില്ല. പക്ഷേ താൻ എന്നെ തിരികെ കൊണ്ടുവന്നു. ദേ, എൻ്റെ ഇനിയുള്ള ജീവിതം എന്നോടുള്ള കടപ്പാട് തീർക്കാൻ വേണ്ടി മാത്രമായിരിക്കും പൂജ. അജുവേട്ടാ, എന്താ ഇത്? ഇപ്പൊ അജുവേട്ടന്റെ മനസ്സ് എങ്ങനെയാണെന്നും ആ മനസ്സിലെ ഫീലിങ്സ് എന്താണെന്നും ഒക്കെ എനിക്കറിയാം. പക്ഷെ എന്നാലും അജുവേട്ടൻ എന്നോട് കടപ്പെട്ടിരിക്കുന്നു എന്നൊന്നും പറയല്ലേ. അജുവേട്ടനെ രക്ഷിക്കേണ്ടത് എന്റെ കടമയാ. അജുവേട്ടനെ രക്ഷിച്ചത് നിയമവും. തിരിച്ച് ഞാൻ അജുവേട്ടനോട് കടപ്പെട്ടിരിക്കുന്നത്. എനിക്കൊരു ജീവിതം തന്നത് അജുവേട്ടനാ. അജുവേട്ടൻ എന്നൊരു വ്യക്തിയെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ പൂജ എന്നൊരാൾ ഇന്നില്ല. അതുകൊണ്ട് അജുവേട്ടാ, നമുക്ക് ഈ കടപ്പാടുകളെ കുറിച്ച് പറയണ്ട. എന്റെ കടമ ഞാൻ ചെയ്തു, അത്രേ ഉള്ളൂ. ശരി, ഞാൻ സമ്മതിച്ചു. ഇനി ഞാൻ പറയുന്നില്ല. അജുവേട്ടാ, എത്രയോ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാനിന്ന് കട്ടിലിൽ കിടന്നുറങ്ങാൻ പോകുന്നത്. എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ കുഞ്ഞിനും ഒപ്പം. കുറേ ദിവസമായിട്ട് തറയിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ കട്ടിലിൽ കിടന്ന് ഉറക്കാൻ വരുമെന്ന് അറിയില്ല. ശീലമായി കഴിഞ്ഞാൽ പിന്നെ എല്ലാം അങ്ങനെയാണല്ലോ. 6 മണിക്ക് സെല്ലിൽ തിരിച്ചു കയറ്റും. വാർഡൻ മുറിയിലേക്ക് ചെല്ലുന്നു. രാത്രിയും വെളിച്ചം കാണും. നേരത്തെ കിട്ടിയ ആഹാരം വാങ്ങിവെച്ച് രാത്രിയിൽ കഴിക്കും. അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് ഉറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പറയണ്ട ചേട്ടാ, ഇനിയും കേൾക്കാനുള്ള ശക്തിയില്ല. ഇത്ര അനുഭവിച്ചിട്ട് എങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റിയ ചേട്ടാ? എനിക്കതൊക്കെ ആലോചിക്കുമ്പോഴേ നെഞ്ചു പൊട്ടും പോലെ തോന്നുക. അപ്പൊ അനുഭവിച്ച അജുവേട്ടൻ അതൊക്കെ എങ്ങനെ സഹിച്ചു? ജീവിക്കണം എന്നുള്ള തോന്നല്, തന്നെയും മോളെയും എന്തെങ്കിലും ഒന്ന് കാണാൻ പറ്റിയേക്കെന്നുള്ളൊരു തോന്നൽ, അതുകൊണ്ട് തന്നെ ഞാൻ ജീവിച്ചു. ഇടയ്ക്ക് ഞാൻ ആത്മഹത്യയെക്കുറിച്ചൊക്കെ ആലോചിച്ചു. പക്ഷേ ജയിലിൽ ആത്മഹത്യ ചെയ്യാനും പ്രയാസമാണ്. അതിനുള്ള സാഹചര്യങ്ങളില്ല. പക്ഷേ ഞങ്ങളുടെ കൂടെയുള്ളവരെ ജോലി ചെയ്യാൻ കൊണ്ടുപോകുന്നതിന് കുറച്ച് അകലെ ഉയരമുള്ളൊരു പാറയുണ്ട്. അതിൻ്റെ മുകളിൽ നിന്ന് ചാടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മരിച്ചെന്ന് വരും. ആലോചിച്ചിട്ടുണ്ട് അതിൻ്റെ മുകളിൽ നിന്ന് ചാടി ജീവിതം കൊടുക്കുന്നതിനെ കുറിച്ച്. 1-2 പ്രാവശ്യം ഞാൻ ആ പാറയ്ക്ക് മുകളിൽ കയറിയതുവാ. എടോ, ഞാൻ സത്യ പറയുന്നത്. പല പ്രാവശ്യവും ജീവൻ കളഞ്ഞേക്കാന്ന് ഉറപ്പിച്ച് ഞാൻ അവിടെ എത്തി. പക്ഷേ പാറയ്ക്ക് മുകളിൽ നിൽക്കുമ്പോൾ ദൂരെ താൻ നിൽക്കുന്ന പോലെ ഒരു തോന്നൽ. കയ്യിൽ എൻ്റെ മോളുമുണ്ട്. അപ്പം ഞാൻ എൻ്റെ തീരുമാനം മാറ്റും. നിങ്ങളെ ഇവിടെ വിട്ടിട്ട് ഒറ്റയ്ക്ക് തിരിച്ചു പോകുന്നത് ആലോചിക്കാൻ കൂടി വയ്യായിരുന്നു. ഇല്ല ചേട്ടാ, അജുവേട്ടനെ വിട്ട് ഞാനോ എന്നെ വിട്ട് അജുവേട്ടനോ ഒറ്റയ്ക്ക് ഈ ഭൂമിയിൽ നിന്ന് പോവില്ല. അജുവേട്ടാ, കഴിഞ്ഞതിനെ കുറിച്ചൊന്നും പറയണ്ട. നമ്മൾ വീണ്ടും സന്തോഷത്തോടൊരു ജീവിതം തുടങ്ങുന്നു. അജുവേട്ടൻ ദാ നമ്മുടെ വീട്ടിലെത്തി. ഒക്കെ പഴയതിൽ നന്നായി ആരംഭിക്കണം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അജുവേട്ടാ, ആ സ്വാതിക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കണം. അവളെ വെറുതെ വിടാൻ പാടില്ല. കൃത്യമായ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം. അവള് ആശുപത്രി നിരീക്ഷണത്തിലാണല്ലോ. ഞാനേ ജോർജ് കുട്ടിയെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ആരെങ്കിലും കൃത്യമായിട്ടൊന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന്. ആശുപത്രിയിൽ അവൾ ആരൊക്കെ കാണാൻ വരുന്നു തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവളെ പൂട്ടും, അത് ഉറപ്പാ. അവളുടെ പിന്നിൽ കളിച്ചത് ആരായിരിക്കും? അതാ നമുക്ക് ആദ്യം അറിയേണ്ടത്. അത് കമ്മീഷണർ തന്നെയായിരിക്കും പൂജ. എൻ്റെ തോന്നൽ എങ്ങനെയാണ്. അപകടമൊക്കെ പറ്റി അയാൾ എവിടെയോ മറഞ്ഞു നിൽക്കുക. റാണിയും കാണാനില്ല. റാണിയും അയാളും കൂടി ആസൂത്രണം ചെയ്താണ് ഇതൊക്കെ. ഉറപ്പായിട്ട് അതൊക്കെ അങ്ങനെ തന്നെയായിരിക്കും പൂജ. നമുക്കെന്തായാലും വൈകാതെ അതിൻ്റെ സൂചനകൾ കിട്ടി തുടങ്ങും.
ഏത് ഇരുട്ടിൽ അയാൾ മറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും ഞാൻ അയാൾ വെളിച്ചത്ത് കൊണ്ടുവരും. തീർച്ചയായും കമ്മീഷണറോടും റാണിയോടും ഇതിനൊക്കെ എണ്ണി ഞാൻ പകരം ചോദിച്ചിരിക്കും. അജുവേട്ടനല്ല പകരം ചോദിക്കാൻ പോകുന്നത്, ഞാനാ. അവരെ കാണേണ്ടത് എനിക്കാ. ആശുപത്രിയിൽ പ്രസവിച്ച ശേഷം ചാടിപ്പോയി എന്നൊക്കെയല്ലേ അറിഞ്ഞത്? ഏത് ആശുപത്രിയിലാണ് പ്രസവിച്ചത്, കുഞ്ഞെവിടെയാ എന്നൊക്കെ നമുക്കറിയണം. അവളുടെ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞപ്പോ ദേ നമ്മുടെ മോള് കരയുന്നു. മോളു, ഓ എന്താടാ? കരയല്ലേ അജുവേട്ടാ? സ്നേഹസദനത്തിലെ രാധമോള് ഇപ്പൊ യഥാർത്ഥത്തിൽ നമ്മുടെ മോളെ പോലെ ആയിട്ടുണ്ട്. എനിക്ക് ആ കുഞ്ഞിനെ കാണാതിരിക്കാൻ പറ്റാത്ത പോലെയാ. നമുക്കേ 2 ദിവസത്തിനകം സ്നേഹസദനത്തിൽ പോണം. അച്ഛനെയും മോളെ ഒക്കെ ഒന്ന് കാണണം. കാണാം. ആദ്യം കണ്ണു നിറയെ തന്നെ ഞാനൊന്ന് കാണട്ടെ, എന്നിട്ട് മതി ബാക്കിയുള്ളവരൊക്കെ. സ്വാതി ഗർഭിണിയായതാണ് അച്ഛമ്മേ കേസ് നമുക്ക് അനുകൂലമായി വരാൻ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം. അർജുൻ സാർ അവളെ കാണുന്നതിന് മുമ്പ് തന്നെ അവള് പ്രഗ്നന്റ് ആണെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റി. സ്വാതിക്ക് പിന്നിൽ കമ്മീഷണർ റാണി ഇവരിൽ ആരെങ്കിലും ഒക്കെ ആണെന്നാണല്ലോ സംശയം. വാസ്തവത്തിൽ അവര് തന്നെയാണോ? ഇതുവരെയുള്ള നിഗമനങ്ങൾ വെച്ച് നോക്കുമ്പോ അങ്ങനെ ആകാനാ സാധ്യത. അവിടെ നിങ്ങൾ വക്കീലന്മാരുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റി. ഉള്ളിൽ കിടന്ന് കളിക്കുന്നവരെ നിങ്ങൾ കാണുന്നില്ല. എന്റെ അമ്മ ഇതിന്റെ പിന്നില് പ്രിയ. നിങ്ങളെല്ലാം പ്രിയെ കണ്ടതല്ലേ? അവള് വളരെ ശാന്തയായി ഭക്തിമാർഗമാണെന്നൊക്കെ അല്ലേ പറയുന്നത്? ഞാൻ ആ അഭിപ്രായം പിന്നെ തിരുത്തിയില്ലേ? അവൾ അഭിനയിക്കുവാണെന്നാ എന്റെ ഉറച്ച വിശ്വാസം. അവള് സിനിമയിലെങ്ങാനും ആയിരുന്നെങ്കിൽ ദേശീയ അവാർഡ് വരെ കിട്ടിയേനെ. ആഭാര തോൽക്കിട്ടിയേനെ. മധുമിത ആന്റി ഉറപ്പിച്ചു പറയുമ്പോ അതിനെ എതിർക്കാനും വയ്യ. പക്ഷെ ആന്റി, ഒരാൾ ഒരു കള്ളത്തരം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അത് പിടിക്കാൻ ഇഷ്ടം പോലെ അവസരങ്ങൾ വരും. പക്ഷെ പ്രിയയെ സംബന്ധിച്ച് ആർക്കും ഒരു അവസരവും കിട്ടിയിട്ടില്ലല്ലോ. അതാ എനിക്കും സംശയം, എന്താണ് സത്യം എന്നുള്ളത്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. വൈകാതെ സ്നേഹസദനത്തില് ഒരു അറസ്റ്റ് നടക്കും. ആ റാണി എവിടെയാ? ആ കാര്യത്തിലെ എനിക്ക് ഏറ്റവും വലിയ ടെൻഷൻ. അവളെ കുറിച്ച് ആർക്കൊന്നും അറിയത്തില്ല. ഈ ലോകത്തൊക്കെ ഉണ്ടോന്ന് തന്നെ സംശയമാണ്. നിങ്ങൾ നോക്കിക്കോ, എല്ലാവരും ഞെട്ടിച്ച് അവൾ ഒരു വരവ് വരും. കൂടെ ആ പ്രിയയും കാണും. നോക്കിക്കോ. ഹലോ അർജുൻ സാറേ, ഹാപ്പി ആണല്ലോ? ഹാപ്പിയാണ്. പക്ഷേ 100% ഹാപ്പി ആവണമെങ്കിൽ തൻ്റെ ഒരു സഹായം വേണം. എന്താ സാറേ? നമ്മള് സ്വാതി ആശുപത്രിയിൽ നിരീക്ഷണത്തിലാക്കിയിരിക്കല്ലേ? അതെ. അവിടെ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു പോലീസുകാരനെ കൂടി ഇടണമെന്ന് SP കിരണിനോട് വിളിച്ച് പറയണം. അവളെ കാണാൻ ആരൊക്കെ വരുന്നു, അവളുടെ രീതി എന്തൊക്കെയാ, അങ്ങനെ എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കാൻ നമ്മുടെ ഒരാൾ വേണം. അതെയായിട്ട് സാറേ, കൃത്യമായിട്ട് അവളുടെ കാര്യങ്ങൾ ഞാൻ കണ്ടുപിടിച്ചോളാം. ഓക്കെ സാറേ. ശരി.